ഡയബറ്റീസ് മെലിറ്റസ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന അസുഖങ്ങളിലൊന്നാണ് ഡയബറ്റീസ് മെലിറ്റസ്. അതായത് പറയുന്ന പലർക്കുണ്ട്, അതായത് വളരെ കോമൺ ആണ്. അപ്പം ഇത്രയും കോമൺ ആയ ഡിസീസ് ആകാനായിട്ട് നമ്മുടെ നാട്ടിൽ പ്രബലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു അവബോധം നമുക്ക് വേണ്ടതാണ്. അപ്പം ഡയബറ്റീസ് മെലിറ്റസ് എന്താണ്? അതായത് നമ്മുടെ ബോഡിയിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ട്. അതിൻ്റെ എക്സോക്രൈൻ അല്ല, എൻഡോക്രൈൻ ഭാഗമാണ്. പാൻക്രിയാസിന്റെ എൻഡോക്രൈൻ ഭാഗം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ അല്ലെങ്കിൽ ഗ്ലൂക്കോൺ എന്ന് പറയുന്നത്. വേറെ ഹോർമോണുകളുണ്ട്, പക്ഷെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസുലിനും ഗ്ലൂക്കോണിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം ഐലറ്റ്സ് ഓഫ് ലോവർ ഹാൻഡ്സ് എന്നാണ് ഇതുണ്ടാക്കുന്ന സെല്ലുകൾക്ക് പറയുന്നത്. അതായത് പാൻക്രിയാസ് എന്ന് പറയുന്ന ടിഷ്യൂവിൽ പല സെല്ലുകളുണ്ട്. ആ സെല്ലില് ഐലറ്റ്സ് ഓഫ് ലോവർ ഹാൻഡ്സ് എന്നാണ് ആ സെല്ലിന് പറയുന്നത്. അതിൽ ബീറ്റാ സെൽ, മൊത്തത്തിൽ പറയുന്ന ആ പേരാണ്. അതിൽ ബീറ്റാ സെൽ എന്ന് പറയുന്ന സെല്ലാണ് ഇൻസുലിനെ ഉണ്ടാക്കുന്നത്. ആൽഫാ സെൽ എന്ന് പറയുന്ന സെല്ലാണ് ഗ്ലൂക്കോഗോണെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇൻസുലിനെ കുറിച്ച് ആദ്യം കൃത്യമായിട്ട് പഠിക്കാം. എന്താണ് ഇൻസുലിൻ? അതായത് ഇൻസുലിൻ ചെയ്യുന്ന മെയിൻ പണി എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഫുഡ് കഴിച്ച് അത് ആമാശയത്തിൽ ചെന്ന് ഡൈജസ്റ്റഡ് ആയി അതിലുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം നമ്മുടെ ചെറുകുടലിലൂടെ ഇൻറ്റസ്റ്റൈനിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിന് ബ്ലഡ്, കാർബോഹൈഡ്രേറ്റ്, ഇതുപോലുള്ള പ്രോട്ടീൻസ്, മിനറൽസിനെയൊക്കെ ഇങ്ങനെ കുടല് ഒപ്പി എടുത്ത് സർക്കുലേഷനിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായോ? അപ്പൊ സർക്കുലേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? ഹൈ കോൺസെൻട്രേറ്റ് എന്ന് വെച്ചാൽ ബ്ലഡ് ഇൻറ്റസ്റ്റൈനുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻറ്റസ്റ്റൈനിൽ ചിലപ്പോൾ കൂടുതലുണ്ടായിരിക്കും, കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ടായിരിക്കും, ബോഡി കുറവായിരിക്കും. അപ്പൊ ബോഡിയിൽ കുറവുള്ള കാർബോഹൈഡ്രേറ്റിനെ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബ്ലഡ് വെസൽസുകളാണ്, ആർട്ടറിയിലെ വെസൽസുകളിലൂടെ പതിയെ റിസീവ് ചെയ്ത് ഇതിനെല്ലാം ലിവറിലേക്ക് കൊണ്ടുവരും. മനസ്സിലായോ? അപ്പം കാർബോഹൈഡ്രേറ്റ് മുഴുവൻ ലിവറിലേക്ക് വരും. കാർബോഹൈഡ്രേറ്റ് എല്ലാ വൈറ്റമിൻസും ലിവറിലേക്ക് വരട്ടെ. അപ്പൊ ലിവറിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ബോഡിയിലെ ബ്ലഡിനകത്ത് ഇങ്ങനെ ചുറ്റിക്കിടക്കും. അപ്പം ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. അപ്പം നമ്മൾ ഗ്ലൂക്കോസിന്റെ കാര്യം എടുക്കാം. അപ്പം ഇങ്ങനെ കൂടിക്കിടക്കുന്ന ഗ്ലൂക്കോസിനെ രണ്ട് കാര്യങ്ങൾക്കാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പം 100 ഗ്രാം ഗ്ലൂക്കോസ് ബ്ലഡിൽ വന്നു കഴിയുമ്പം ഇൻസുലിൻ എന്ന ഗ്ലാൻഡിലേക്ക് സന്ദേശം പോകും, പാൻക്രിയാസിലേക്ക്. അപ്പൊ പാൻക്രിയാസ് 200 ഗ്രാമിനെ ദഹിപ്പിക്കാനായിട്ട് 10 ഗ്രാം ഇൻസുലിൻ വേണമെങ്കിൽ ആ 10 ഗ്രാം ഇൻസുലിൻ ബോഡി ഉണ്ടാക്കുക. മനസ്സിലായോ? അപ്പൊ തന്നെ അത് ബ്ലഡിലേക്ക് സർക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ബ്ലഡിലേക്ക് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വരുന്ന കാർബോഹൈഡ്രേറ്റിനെ നമ്മുടെ ബോഡിയുടെ സെല്ലിന്റെ, കാരണം സെല്ല് ഓരോ ടിഷ്യൂവിലും, നമ്മൾ സെല്ലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും അൾട്ടിമേറ്റ് സ്ഥലം എന്ന് പറയുന്നത്. ഈ സെല്ലിനകത്തെല്ലാം എനർജി വേണം. അപ്പം സെല്ലിലേക്ക് എനർജീനെ പമ്പ് ചെയ്യുന്ന പരിപാടി കാർബോഹൈഡ്രേറ്റും ഇൻസുലിനും ഒരുമിച്ച് ചെന്നാലേ പറ്റത്തുള്ളൂ. എന്നാലേ സെല്ലിന് എടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ സെല്ല് എടുക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റിനെ ഇൻസുലിൻ ബൈൻഡ് ചെയ്ത് വിട്ടാലേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇൻസുലിൻ വേണം. ഇനി അപ്പൊ ആവശ്യപ്പെട്ട് നമുക്കൊരു 2 കുറ്റി പുട്ട് കഴിച്ചു. നമുക്ക് 1 കുറ്റി പുട്ടേ നമ്മുടെ ബോഡിയുടെ ആവശ്യത്തിനുണ്ട്. ആ 1 കുറ്റി പുട്ട് ബോഡിക്ക് കൊടുത്തു, അതിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ് ബോഡിക്ക് കൊടുത്തു. ബാക്കി നമ്മൾ 2ാം ഒരെണ്ണം കൂടി കഴിച്ചപ്പം അത് അഡീഷണൽ അല്ല, ബോഡിക്ക് ആവശ്യമില്ല, ബോഡിയുടെ എനർജിക്ക്. അപ്പം അതിലെന്ത് ചെയ്യുന്നു? അതിനെ ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്യുന്നതും ഈ ഇൻസുലിനാണ്. മനസ്സിലായോ? ഗ്ലൈക്കോജൻ ആക്കി സ്റ്റോർ ചെയ്തേക്കുന്നതും ഇൻസുലിനാണ്. അതായത് ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസിന്റെ അളവിനെ കുറച്ച് നിർത്തുക എന്ന പണിയാണ് ഇൻസുലിൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അത് ബോഡിയുടെ ആവശ്യത്തിനടുത്ത് മിച്ചമുള്ളതിനെ സ്റ്റോർ ചെയ്താണ്. അപ്പം സ്വാഭാവികമായിട്ട് ഒരു പേഷ്യന്റിന് ഡയബറ്റിക് ആണ്, അയാളുടെ ഷുഗർ ഭയങ്കരമായിട്ട് ബോഡി കൂടുതലാണ്. എന്താ പ്രശ്നം? 2 കാര്യങ്ങളിലൂടെയാണ് നടക്കുന്നത്. ഒന്നല്ലേ, ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ആവശ്യത്തിനില്ല. മനസ്സിലായോ? അതായത് അല്ലെങ്കിൽ ഒട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ ടൈപ്പ് 1 എന്ന് പറയുന്നത്. 2 ടൈപ്പാണുള്ളത്. ഒട്ടുമേ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ബോഡിയുടെ ആവശ്യത്തിന്. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഇൻസുലിൻ കൊടുക്കാതെ പറ്റത്തില്ല. ഇൻസുലിൻ ഇല്ലാതെ ഈ പുള്ളിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം ഡൈജഷൻ നടക്കണം, സെല്ല് മെറ്റാബോളിസം നടക്കണം, അത് സ്റ്റോറിങ് നടക്കണം. പിന്നെ രണ്ടാമതാണ് ടൈപ്പ് 2 എന്ന് പറയും. അതായത് കുറച്ചുണ്ടാക്കുന്നുണ്ട്,
പക്ഷെ കംപ്ലീറ്റ് അല്ല. അപ്പം അതിൽ രണ്ടാമത് ഒരു ടൈപ്പ് 2 ഒരു പ്രശ്നം കൂടി വരും. ഈ സെല്ല് നമ്മുടെ ഇൻസുലിനുമായിട്ട് ബൈൻഡ് ചെയ്ത് വരുന്ന കാർബോഹൈഡ്രേറ്റിനെ സെല്ല് സ്വീകരിക്കണമെങ്കിൽ സെല്ലിനൊരു പ്രത്യേകതയുണ്ട്. സെല്ലില് ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഇൻസുലിനെ ഓരോ മസിലുകളിലാണ് അത് കൂടുതൽ റിസപ്റ്റേഴ്സ്. അവരാണ് ഈ സെല്ലിനോട് ഇൻസുലിൻ ചുറ്റി വരുന്ന ഈ സെല്ലിനെ റിസീവ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ നമ്മുടെ ബോഡിയിലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ബോഡിയുടെ ഇൻസുലിനെതിരായിട്ട് നമ്മുടെ ബോഡി തന്നെ പ്രവർത്തിക്കുന്ന ചില സന്ദർഭമുണ്ട്. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇൻസുലിൻ ബൈൻഡ് ചെയ്ത് വിട്ടേക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ സെല്ല് സ്വീകരിക്കത്തില്ല. കാരണം സെല്ലിന് ഓൾറെഡി ഇതിനെതിരെ ആന്റിബോഡി ഉണ്ടാക്കിപ്പോയി. ഈ ഇൻസുലിനെ കാണാൻ മേല. അതാണ് ഇൻസുലിൻ റെസിസ്റ്റന്റ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. ഇൻസുലിൻ സ്വന്തം ശരീരത്തിന്റെ ഇൻസുലിനെ ബോഡിക്ക് തന്നെ കാണാൻ മേല. ഇതാണ് ടൈപ്പ് 2 രണ്ട് ഭാഗങ്ങൾ. മനസ്സിലായോ? അപ്പൊ സ്വന്തം ബോഡിയുടെ ഇൻസുലിനെ ടിഷ്യൂവിന് കാണാൻ പറ്റത്തില്ലെങ്കിലും സ്വാഭാവികമായിട്ട് അവിടെയും ഇൻസുലിൻ ചെല്ലുന്നുണ്ടെങ്കിലും ബോഡി അതിനെ റിസീവ് ചെയ്യത്തില്ല. ഇതാണ്. ഇനി ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ്. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കുറച്ചും കൂടി ആക്യുറേറ്റ്. HbA1c എന്ന് പറയും. അതായത് അത് ബിലോ ഒരു 5നും 7നും ഇടയിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പേഷ്യന്റിന് ഡയബറ്റിക് ഒന്നുമില്ല. ഇനി 5.7നും 6.4നും ഇടയിലാണെങ്കിൽ പ്രീ ഡയബറ്റിക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി 6.4നും മേളിലേക്കാണെങ്കിൽ അയാൾക്കുണ്ട്. അതായത് ഈ HbA1c എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിൽ സെല്ലിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് 120 ദിവസം. അപ്പൊ 3 മാസം വരെ ഈ ഹീമോഗ്ലോബിനുമായിട്ട് ബോഡിയിൽ ഉണ്ടായിരുന്ന ഇൻസുലിൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അതായത് ബ്ലഡിൽ ബൈൻഡ് ആയിട്ടാണല്ലോ അത് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ള ആ സ്ട്രക്ചർ മനസ്സിലാക്കുക. മനസ്സിലായോ? അപ്പം ഇതിന് ഫാസ്റ്റിംഗ് ഒന്നുമില്ല. ഹീമോഗ്ലോബിനിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? അപ്പൊ ഹീമോഗ്ലോബിനിൽ കൂടുതലുണ്ടായിരുന്നോ കുറവായിരുന്നെങ്കിൽ കുഴപ്പമില്ല. കൂടുതലായിട്ട് ഹീമോഗ്ലോബിനിൽ പ്രസന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പം ഡയബറ്റിക് ആയിരുന്നു ആ സമയത്ത്. മനസ്സിലായോ? അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നമുക്കറിയാം. സാധാരണക്കാർക്ക് 70ഉം ബാക്കിയുള്ളവർക്ക് 100ഉമാണ്. പ്രഗ്നന്റ് ലേഡിയിൽ 100ആണ്. 2 മണിക്കൂർ കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ 140ന് മേളിലാണെങ്കിൽ പേഷ്യന്റ് ഡയബറ്റിക് അല്ല. 140 താഴെയാണെങ്കിൽ ഡയബറ്റിക് അല്ല. 140നും 199നും ഇടയിലാണ് ഡയബറ്റിക്. 200 പ്രീ ഡയബറ്റിക് ആണ്, സാധ്യതയുണ്ട്. 200 മേളിലാണെങ്കിൽ ഡയബറ്റിക് ആണ്. പിന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമുക്കറിയാമല്ലോ. 70നും 100നും ഇടയിലാണെങ്കിൽ കുഴപ്പമില്ല. 100നും 125നും ഇടയിലാണെങ്കിൽ പ്രീ ഡയബറ്റിക് സാധ്യതയുണ്ട്. താമസിക്കാതെ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് കൺട്രോൾ ചെയ്യണം. 120ന് മേളിലാണെങ്കിൽ ഡയബറ്റിക് ആണ്. മനസ്സിലായോ? ഇനിയിപ്പോ ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ്. ഈ ഹൈപ്പർ ഗ്ലൈസീമിയ ഉള്ളതുകൊണ്ട് എന്തെല്ലാം ലക്ഷണങ്ങളാണ് ബോഡി കാണിക്കുന്നത്. ആദ്യം ഹൈപ്പർ ഗ്ലൈസീമിയ, ബ്ലഡിൽ ഷുഗറിന്റെ അളവ് ഒരുപാട് കൂടുതലാണ്. മനസ്സിലായോ? ഇതിനെ ദഹിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ആദ്യം ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം പോളിയൂറിയ. അതായത് യൂറിൻ ഒരുപാട് പുറത്തേക്ക് വരും. എങ്ങനെയാണ് യൂറിൻ പുറത്തേക്ക് വരുന്നത്? നമ്മുടെ ബോഡിയിൽ സെല്ലുലർ ഇൻട്രാവാസ്കുലർ, അതായത് ഇതാണ് ബ്ലഡ് വെസൽസിലൂടെ ഒഴുകി നടക്കുന്ന സാധനങ്ങളാണ്. ഇതിലെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഇൻട്രാ സെല്ലുലാർ, അതായത് സെല്ലിന്റെ അകത്ത് ഈ പ്രഷറും എപ്പോഴും ഒന്നായിരിക്കും. എന്നാൽ ചില സമയത്ത് ഈ പ്രഷർ ഈ ബ്ലഡ് ഷുഗറിന്റെ അളവ് ഒരുപാട് കൂടുമ്പോൾ കൂടുതലാവും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്നാ, ഇവിടെ പ്രഷർ പഴയതുപോലെ തന്നെ നിൽക്കും. അപ്പം ഇൻട്രാ സെല്ലുലാർ സ്പേസിൽ നിന്ന് ഇൻട്രാവാസ്കുലർ സ്പേസിലേക്ക് ബ്ലഡ് തിരിച്ചു വരും. കാരണം ഇങ്ങോട്ട് ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ച് ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. മനസ്സിലായോ? ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാകും. ഈ കോൺസെൻട്രേഷൻ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലുള്ള വെള്ളത്തെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം ആ വാട്ടറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ സെല്ല് ഡീഹൈഡ്രേറ്റഡ് ആവും. ഒപ്പം ഇൻട്രാവാസ്കുലറിൽ ബ്ലഡ് ഒരുപാടാവും. അപ്പം ബ്ലഡ് കൂടി കഴിയുമ്പോൾ BP സ്വാഭാവികമായിട്ട് കൂടും. BP കൂടുമ്പോൾ BP കുറയ്ക്കാൻ വേണ്ടിയിട്ടും റീനൽ പെർഫ്യൂഷനിലൂടെ ബ്ലഡിനെ യൂറിനെ പുറത്തേക്ക് തള്ളി BP മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബോഡി ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുമ്പോൾ എന്നാ പറ്റും എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഒരുപാട് യൂറിൻ പാസ് ചെയ്യും. മനസ്സിലായി? പോളിയൂറിയ ഉണ്ടാവും. പക്ഷെ പോളിയൂറിയ ഉണ്ടാകുന്നതൊപ്പം പോളിലിപ്സിയായും പോളിഫാജിയായും ഉണ്ടാവും. എന്താ കാരണം?
ഇൻട്രാ സെല്ലുകളിലെ ബ്ലഡ് കുറഞ്ഞു പോയി. അപ്പൊ പേഷ്യന്റിന് ഒരുപാട് ദാഹം ഉണ്ടാവും, ഒപ്പം പേഷ്യന്റിന് ഒരുപാട് വിശപ്പും കൂടും. മനസ്സിലായോ? കാരണം ബോഡിയിലുള്ള ഷുഗറിനെ ബ്ലഡിലുള്ള ഷുഗറിനെ ബോഡിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം സെല്ലുകൾ വിശക്കുക, സെല്ലുകൾ ബുദ്ധിമുട്ടുക. അപ്പം ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. പോളിഡിപ്സിയായും പോളിഫാജിയയും ഉണ്ടാവും. പിന്നെ ഉണ്ടാകുന്നതാണ് വെയിറ്റ് ലോസ്. കാരണം ഉള്ള ബ്ലഡിൽ ഇത്രയും കെട്ടിക്കിടന്നിട്ടും ബ്ലഡിലെ ബോഡിയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ബ്ലഡ് എല്ലാം ഇങ്ങനെ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബോഡി വെയിറ്റ് ഒരു കാരണമില്ലാതെ ബോഡി വെയിറ്റ് താന്നു പോകും. മനസ്സിലായോ? പിന്നെ അതുകൂടാതെ പ്രോട്ടീൻ മെറ്റാബോളിസം നടക്കും ഷുഗർ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഫാറ്റ് കണ്ടന്റ് ആയ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതുകൊണ്ട് വെയിറ്റ് ലോസ് ഉണ്ടാകും. പിന്നെ ഫാറ്റീഗ്. നമുക്കറിയാലോ, ബ്രെയിനിന്റെ സർക്കുലേഷന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്. പക്ഷെ ബ്രെയിന് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ കാർബോഹൈഡ്രേറ്റ് ചെല്ലാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. പിന്നെ ബ്ലഡ് വിഷൻ ഉണ്ടാവും. എന്താ കാരണം? ബ്ലഡ് വിഷൻ എന്ന് പറയുന്ന തലച്ചോറിലേക്ക് ചെല്ലുന്ന ബ്ലഡിലെല്ലാം ഇതിന്റെ അളവ്, ഷുഗറിന്റെ കോൺസെൻട്രേഷൻ ഒരുപാട് കൂടുതലാണ്, ബ്ലഡിൽ കൂടുതലാണ്. അത് നേരെ കണ്ണിലേക്ക് ചെല്ലുന്നു. കണ്ണിൽ ചെല്ലുമ്പോൾ കണ്ണിൽ ഷുഗർ ഡിപ്പോസിറ്റഡ് ആവും, റെറ്റിനയുടെ പുറകിലൊക്കെ. അങ്ങനെ വരുമ്പം ഡിപ്പോസിറ്റഡ് ആയി കാറ്ററാക്ട്, ബ്ലഡ് വിഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ വൂണ്ട് ഹീലിംഗ് ഡിലേ ആയിരിക്കും. എന്തുകൊണ്ടാണ്? വൂണ്ട് നമ്മുടെ ബോഡിയിൽ ഒരു മുറിവുണ്ടാക്കിയാൽ അത് പെട്ടെന്ന് ഉണങ്ങാൻ കാരണം എന്താ? അവിടേക്ക് പെട്ടെന്ന് ബ്ലഡ് ഓടി എത്തുന്നത് കൊണ്ടും അവിടെ നല്ലൊരു എൻവിറോൺമെന്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ ബോഡിയുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. പക്ഷെ ഈ പേഷ്യന്റിൽ ഡിഫൻസ് മെക്കാനിസം കുറവായിരിക്കും, പവർ കാണത്തില്ല. ഒപ്പം ഷുഗർ കണ്ടന്റ് ഒരുപാടുള്ള ബ്ലഡ് അത് ഒരുപാട് മൈക്രോ ഓർഗാനിസത്തെ ആകർഷിക്കും. മനസ്സിലായി? അപ്പൊ ഒരിക്കലും മുറിവുണങ്ങത്തില്ല. ഡിലേഡ് വൂണ്ട് ഹീലിംഗ് ആണ്. പിന്നെ ഇൻഫെക്ഷൻ, ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട് ഇൻഫെക്ഷന്. ഫീമെയിൽസിനൊക്കെ വജൈനൽ ഇൻഫെക്ഷൻ ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും. കാരണം വരുന്ന ബ്ലഡിൽ മുഴുവൻ ഷുഗറിന്റെ അളവ് കൂടുതലും ഇൻഫെക്ഷൻ ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവും മെയിൽസിൽ. കാരണം നേർവുകളുടെ ആവശ്യത്തിനുള്ള ബ്ലഡ് കിട്ടാത്തതുകൊണ്ട്, ഷുഗർ കിട്ടാത്തതുകൊണ്ട് നേർവുകളെല്ലാം എനർജി ഇല്ലാത്തവരായി പതിയെ പതിയെ നംനെസ് ഒക്കെ ഫീൽ ചെയ്ത് എനർജി കുറഞ്ഞു പോവുക നേർവ്സുകളുടെ. കാരണം അവർക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ എനർജി ഇല്ല. അപ്പൊ അവർ ടയേർഡായി സെൻസേഷനുകളെല്ലാം കുറയാൻ തുടങ്ങും. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ സംഭവങ്ങൾ. പിന്നെയുള്ളത് ഇതിന്റെ കോംപ്ലിക്കേഷൻ. അതായത് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഷുഗർ കൊടുത്തു കഴിയുമ്പോൾ, ഇൻസുലിൻ കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ആണ് അടുത്ത പ്രശ്നം. അത് ഹൈപ്പോഗ്ലൈസീമിയ, മെയിൻ കോംപ്ലിക്കേഷൻ. എങ്ങനെയാണ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നത്? പെട്ടെന്ന് ഷുഗർ അങ്ങ് താന്നു പോകും. ഇൻസുലിൻ കൂടുതലായിട്ടൊക്കെ കൊടുക്കുമ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഒരു അല്ല വേണ്ട, നമുക്ക് ഏറെ പിടിക്കും. കാരണം ഒരു മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന രീതിയിൽ ഈ ഹൈപ്പോഗ്ലൈസീമിയനെ തിരിച്ചിട്ടുണ്ട്. മൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ളൂ. ഒരു 40-നും 70-നും ഇടയിലാണ് ഷുഗർ എങ്കിൽ നമ്മളൊരു മൈൽഡ്, ഒരു 15 ഗ്രാം ഷുഗർ കൊടുത്താൽ 10 തൊട്ട് 15 ഗ്രാം ഷുഗർ കൊടുത്താൽ മതി. അതായത് ഒരു 4 സ്പൂൺ പഞ്ചസാര, അതിന് തുല്യമായ എന്തെങ്കിലും 4 ക്യാൻഡി മട്ടായി ഒരു 4 എണ്ണം അങ്ങനെയൊക്കെ കൊടുത്താൽ അങ്ങ് ഭേദമായിക്കോളും. ഇനി അതൊരു 20-നും 40-നും ഇടയിലാണേലും നമുക്കൊരു നേരത്തെ 15 കൊടുത്തെടുത്ത് ഇപ്പൊ 30 ഗ്രാം കൊടുക്കണം ഷുഗർ കൊടുത്താൽ ശരി. പക്ഷെ 15-ന് താഴെയാണ്, 20-ന് താഴെയാണെങ്കിൽ ഒരിക്കലും ഇത് പോസിബിൾ അല്ല. നമ്മൾ ഹൈപ്പോഗ്ലൈസമിക് പേഷ്യന്റിന് ഒരിക്കലും ഇത് കൊടുക്കരുത്. കാരണം ഒരു 20-ന് താഴെയാണെങ്കിൽ പുള്ളി അൺകോൺഷ്യസ് ആവും, സ്ട്രോക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്, കോമയിലേക്ക് പോകും. അപ്പം റെസ്പിറേറ്ററി മസിൽസുകൾസ് ഒന്നും പ്രവർത്തിക്കത്തില്ല. അപ്പം ആസ്പിറേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആളെ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും നമ്മൾ ഫുഡ് കൊടുത്താൽ. അപ്പൊ നമ്മൾ 25% ഡെസ്ട്രോസോ അല്ലെങ്കിൽ 50% ഡെസ്ട്രോസോ കൊടുക്കുക ചെയ്യുന്നത് IV ക്യാനുലായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു സംഭവമുണ്ട്, ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കൊടുക്കും.
ഒരു 25 കിലോ വെയിറ്റിന് മേളിലേക്കുള്ളവർക്കാണ് 1 ഗ്രാമും 25 കിലോ താഴെ ഉള്ളെങ്കിൽ ഹാഫ് ഗ്രാമും നമുക്ക് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കൊടുക്കാം. ഗ്ലൂക്കോഗോൺ കൊടുക്കുമ്പോൾ നമുക്കറിയാലോ പെട്ടെന്ന് ബോഡിയിൽ ഉണ്ടായിരുന്ന ഷുഗറിനെയൊക്കെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. കാരണം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലഡിനെ എടുക്കുന്ന പരിപാടിയാണ് ഗ്ലൂക്കോഗോൺ ചെയ്യുന്നത്. അപ്പൊ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഷുഗറിനെ പെട്ടെന്ന് റിലീസാക്കി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഗ്ലൂക്കോഗോൺ സഹായിക്കും. ഇതാണ് ഇതിനെക്കുറിച്ചുള്ളൊരു പൊതു ഔട്ട്ലൈൻ. താങ്ക് യു.